യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള ചില വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരത്തൊരു സ്ഥലത്ത് ഞാൻ വായിച്ച ഒരു ഭാഗമാണ്, പറഞ്ഞ ഒരു ഭാഗമാണ് ഈ പകൽ നമ്മൾ വായിപ്പാൻ ഇടയായത്. സ്തോത്രം. ഇതിനകത്ത് വളരെ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൂത് അതിനകത്ത് കിടപ്പുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഇന്ന് പകൽ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിട്ട് വേഗത്തിൽ തന്നെ പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ എഴുതുമ്പോൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷകളെ കുറിച്ചും യേശുവിൻ്റെ ഉൽപ്പത്തിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ആ യോഹന്നാൻ ഇവിടെ യേശു കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ, എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച യേശുവിനെ ജോസഫിൻ്റെ പുതിയ കല്ലറയിൽ അടക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന ഞായറാഴ്ച വൈകുന്നേരത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ വിവരിക്കുന്നതാണ് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ. എന്ന് വെച്ചാൽ ഇന്നത്തെ ഇതുപോലൊരു ഞായറാഴ്ച വൈകുന്നേരത്ത് നടക്കുന്ന കാര്യമാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. സ്തോത്രം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആ ദിവസം നേരം വൈകിയപ്പോ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത്, അങ്ങനെ ശ്രദ്ധിക്കണം, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇവരെന്ത് ചെയ്യല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരുന്നു. ഇവർ ജനലുകളും വാതിലുകളൊക്കെ എന്ത് ചെയ്തിരുന്നു? അടച്ചിരുന്നു. എന്തിനാ അടച്ചതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കല്ല, ഭയന്നിട്ട, പേടിച്ച. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം? മുറിക്കകത്ത് കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം? രഹസ്യത്തിൽ. അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല ഈ 20-ാം അധ്യായത്തിൽ കാണുന്നേ. പകരം പ്രാർത്ഥനയ്ക്ക് പകരം ഇവരെ ഇങ്ങനെ ഇരിക്കാൻ കാരണം പേടിയാ, അല്ലേ? പേടി. എന്തിനാ പേടി? എന്തിനാ ഇവര് പേടിക്കുന്നേ? കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവര് സ്നേഹിച്ച, ഇവർക്ക് സൗഖ്യവും ഇവർക്ക് വിടുതലുകളും ഇവിടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും ഇവർ കാണുക മറ്റു പലരിൽ അത്ഭുതങ്ങളും കഴിഞ്ഞ 3.5 കൊല്ലം ഇവരോട് കൂടെ ഇരുന്ന്, ഇവരോട് കൂടെ പാർത്ത്, ഇവരോടൊപ്പം നടന്ന,
ഇവരോടൊപ്പം ജീവിച്ച, ഇവരോടൊപ്പം സഞ്ചരിച്ച, ഇവരുടെ പ്രാണനാഥനായ യേശു കർത്താവിന് വന്നതുപോലെ, യേശുവിന് വന്നു ഭവിച്ച പോലുള്ള ഒരു പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരരുതെന്നും ഒരുപക്ഷെ വരുമോ എന്നും പേടിച്ച്, മനസ്സിലാവുന്നുണ്ടോ? യേശുവിന് വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ യഹൂദന്മാർ വരുത്തുമോ എന്നുള്ള പേടി അഥവാ ഭയമാണ് ഇവരെ ഈ വാതിലുകൾ അടച്ച് ഇന്ന് കാണുന്ന രീതിയിൽ ഇവരെ ഇരുത്താൻ കാരണം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ അതിനകത്ത് നിന്നൊരു ദൂത് വിളിച്ചു പറയട്ടെ. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ട നേരത്ത് പ്രാർത്ഥിപ്പാൻ കഴിയാതെ ഈ മുറിക്കകത്ത്, ഈ വീട്ടിനകത്ത് ഇവരെ വല്ലാത്തൊരു ഭയത്തിൽ ഇവരെ കൊണ്ടിരുത്തിയിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് നിന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ആമേൻ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ അതിനകത്തു ദൂത് വിളിച്ചു പറയുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്റെ ജീവിതത്തിലെ സമാധാനത്തെ, കഴിഞ്ഞ 3.5 കൊല്ലം ഇവർ അനുഭവിച്ച സമാധാനത്തെ ഈ ദിവസങ്ങളിൽ ശത്രുവാകുന്നവൻ ചില ഭയങ്ങൾ കൊണ്ടിട്ട് നിന്റെ സമാധാനത്തെ കെടുത്തിയിരിക്കുമ്പോ ഇന്ന് പകൽ ആ നഷ്ടപ്പെട്ട സമാധാനത്തെ മടക്കി തരാൻ സമാധാനത്തിന്റെ പ്രഭു ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകല് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ സമ്മതിക്കാതെ നിന്റെ ഹൃദയത്തെ, നിന്റെ ജീവിതത്തെ ഒരു വല്ലാത്ത ഭയം കൊണ്ടിട്ട് നിന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏതോ ചില സമയം വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ എന്റെ കർത്താവ് ഈ പകൽ ഇറങ്ങി വന്ന് നിനക്ക് നഷ്ടപ്പെട്ട സമാധാനത്തെ, നിന്റെ ഭവനത്തിന് നഷ്ടപ്പെട്ട സമാധാനത്തെ, നിന്റെ ഹൃദയത്തിന് നഷ്ടപ്പെട്ട സമാധാനത്തെ ഇന്ന് പകൽ മടക്കി തരാൻ. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇന്ന് പകല് ശ്രദ്ധിക്കണം. ഏതോ ചില ഭയങ്ങൾ കാരണം, ഏതോ ചില ഭയങ്ങൾ കാരണം, എന്തിനെയോ ഭയക്കുന്ന ഭയം നിമിത്തം ഇന്ന് ജീവിതത്തിലെ സമാധാന കേടുവരുത്തിയിരിക്കുന്ന, അസമാധാനങ്ങൾ വരുത്തിയിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ സമാധാനമില്ലാതെ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ കർത്താവ് അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, എവിടെയൊക്കെയോ സമാധാനമില്ലാതെ ഇരിക്കുന്ന നിന്റെ അരികിൽ, സമാധാനമില്ലാതിരിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത്, നാമൻ ഇന്ന് കുടുംബത്തിനകത്ത് നീ ഒട്ടും നീ അനുഭവിക്കാത്ത, നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ തലമുറകളിൽ നിന്ന് അറ്റുപോയ ആ സമാധാനത്തെ ഇന്ന് പകൽ മടക്കി തരാൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അന്നേ ദിവസം വൈകുന്നേരം അടക്കപ്പെട്ട മുറിക്കകത്ത് ഇറങ്ങി വന്ന എന്റെ കർത്താവ് നിന്റെ അരികിൽ ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. വിശ്വസിക്കാമോ? ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേക്ക്.
സമാധാനമില്ലാതെ നിനക്ക് പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. ആമേൻ. ഇന്ന് നിന്നെ ഭരിക്കുന്ന ഭയത്തെ നീ പുറത്താക്കാതെ നിനക്ക് ഒന്നുമാകാൻ പറ്റത്തില്ല. നീ ഇവിടെ ഒതുങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിന്നെ വ്യാപരിക്കുന്ന, ഇന്ന് നിന്നെ ഭരിക്കുന്ന ചില ഭയങ്ങളെ ഇന്ന് പകൽ പുറത്താക്കി, ചില അസമാധാനങ്ങളെ പുറത്താക്കി ഈ പകൽ നീ എഴുന്നേൽക്കുമെങ്കിൽ കർത്താവ് പറയുന്നു, ഓ, ഒരു പെന്തക്കോസ്ത് നാൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു പെന്തക്കോസ്ത് നാൾ, ഓ നോ, നിനക്കായി വെയിറ്റ് ചെയ്യുന്നു. എത്രവർക്ക് മനസ്സിലായി? ഓ, എന്ത് സംഭവിക്കും, എന്ത് വരും, എന്റെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഓ ഹല്ലേലൂയ. എന്തിനെയൊക്കെയോ ഭയന്ന്, ആരെയൊക്കെയോ ഭയന്ന്, ഏതൊക്കെയോ സാഹചര്യങ്ങളെ ഭയന്ന്, ഏതൊക്കെയോ ചില സിറ്റുവേഷനുകളെ നീ ഇന്ന് ഭയന്ന് ഇന്ന് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നു, നിന്റെ അരികിൽ എന്റെ കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ട ആ മനസ്സമാധാനത്തെ മടക്കി തരാൻ ഇന്ന് പകൽ എന്റെ യേശു ഇറങ്ങി വരികയാണ്. യെസ്, യെസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ നിനക്ക് ക്യാരി ചെയ്യണമെങ്കിൽ, കൃപാവര ശുശ്രൂഷകൾ നിനക്ക് ക്യാരി ചെയ്യണമെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, സമാധാനം ഇല്ലെങ്കിൽ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൽ നിന്ന് പുറത്തു വാ. ആമേൻ. ആ അസമാധാനത്തിൽ നിന്ന് പുറത്തു വാ. നിന്റെ മനസ്സിന് സമാധാനം കൊടുക്ക്. നിന്റെ ഹൃദയത്തിന് സമാധാനം തരാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽ അനുഭവിക്കുന്നു. സമാധാന പ്രഭുവായ പ്രവാചകൻ പ്രവചിച്ച സമാധാനത്തിന്റെ പ്രഭു, ഹല്ലേലൂയ, അത്ഭുത മന്ത്രി, വീരനാം ദൈവ, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭുവായവൻ ഇന്ന് പകൽ നിന്റെ സമീപത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നീ പ്രയോജനപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. നീ ഉപയോഗിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നീ പ്രയോജനപ്പെടാതിരിക്കാൻ നിന്റെ ജീവിതത്തിന്മേൽ ശത്രു വിട്ടിരിക്കുന്ന ആ സമാധാന കേടുകൾ, ആ ഭയങ്ങൾ ഇന്ന് പകൽ പുറത്തു വരട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സ്തോത്രം. ആമേൻ. ഒരു മനുഷ്യനും തരാൻ കഴിയാത്തൊരു ഭയങ്കര സമാധാനം, ഒരു മനുഷ്യനും തരാൻ കഴിയാത്തൊരു ഭയങ്കര സമാധാനം. ഞാനിന്ന് പകൽ ഒരു മനുഷ്യനും തരാൻ കഴിയാത്തൊരു ഭയങ്കര ആശ്വാസം എൻ്റെ കർത്താവ് നിനക്ക് നൽകാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഏതു മനുഷ്യൻ്റെ സാമീപ്യം നിന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ടും, ഏതു മനുഷ്യൻ സംസാരിച്ചിട്ടും, ആരോടൊക്കെ, ഈ ലോകത്തിലെ ആരോടൊക്കെ നീ സമയം ചെലവഴിച്ചിട്ടും നിനക്ക് ലഭിക്കാത്ത സമാധാനം ഇന്ന് പകൽ നിനക്ക് തരാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് അവൻ്റെ പക്കലുണ്ട്. കാരണം അവൻ്റെ പേര് സമാധാന പ്രഭു എന്ന, സമാധാനത്തിൻ്റെ പ്രഭു എന്ന അവൻ്റെ പേര്. എൻ്റെ യേശു ആരാന്നറിയോ? അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാ. ഈ ലോകത്തിന് തരാൻ കഴിയാത്തത്, ഓ നിന്റെ ഭർത്താവിന് തരാൻ കഴിയാത്തത്, നിന്റെ ഭാര്യയ്ക്ക് തരാൻ കഴിയാത്തത്, നിന്റെ മക്കൾക്ക് തരാൻ കഴിയാത്തത്, നിന്റെ പാസ്റ്ററിന് തരാൻ കഴിയാത്തത്, ഈ ലോകത്തിലെ ഒരു നേതാവിനും തരാൻ കഴിയാത്ത സമാധാനം നിനക്ക് തരാൻ കഴിവുള്ള ഒരു കർത്താവ്, കഴിവുള്ള ഒരു കർത്താവ്, കഴിവുള്ള ഒരു ദൈവം. അവന്റെ പേര് യേശു. ഇന്ന് പകൽ ആ കർത്താവ്, ആ യേശു നിന്റെ സമീപത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന ഭവനത്തിൽ ഇന്ന് പകൽ ഇറങ്ങി വരുവാൻ പോകുന്നു. വിശ്വസിക്ക. അടുത്ത ഭാഗം ഞാൻ പറയാം. വാതിലടച്ചിരിക്കെ. എന്ത് ചെയ്തു? വാതിലടച്ചിരിക്കെ.
വാതിലടച്ചിരിക്കെ യേശു വന്നു. യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് വാതിലടച്ചിരിക്കെ. എന്തുവാ ഈ വാതില്? എന്താണ് ഈ വാതില്? എന്താണ് ഈ വാതില്? ഈ വാതില് പ്രതികൂലത്തെ കാണിക്കുന്നു. ഈ വാതില് തടസ്സത്തെ കാണിക്കുന്നു. ഈ വാതിൽ ഇടർച്ചയെ കാണിക്കുന്നു. ഈ വാതിൽ വെല്ലുവിളിയെ കാണിക്കുന്നു. എന്ന് വെച്ചാ നീ സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കത്തില്ലെന്ന്. ഒന്നുകൂടി പറയാം, ഇച്ചിരി കൂടി ആഴത്തിലേക്ക് ഇറങ്ങി പറയാം. നിനക്ക് സമാധാനം കിട്ടാനുള്ള സാധ്യതകൾ നിന്റെ മുമ്പിൽ ഉണ്ടാകാൻ അനുവദിക്കയില്ല എന്ന് പറഞ്ഞ് ഇന്ന് കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആ വാതിൽ എന്ന തടസ്സം എൻ്റെ യേശുവിന് വിഷയമല്ല. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് വിടുതൽ നടക്കാൻ, നിനക്ക് സമാധാനം ഉണ്ടാകാൻ, നിന്റെ ഭയം മാറാൻ, നിന്റെ അവസ്ഥ മാറാൻ തടസ്സമായി ഇന്ന് അടഞ്ഞിരിക്കുന്ന ആ വാതിലുണ്ടല്ലോ, അത് എന്റെ കർത്താവിന് തടസ്സമല്ല. എന്റെ കർത്താവിന് ആ വാതിൽ വിഷയമല്ല. എത്ര വലിയ വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞിരുന്നാലും എന്റെ കർത്താവ് നിനക്ക് സമാധാനം തരാൻ തീരുമാനിച്ചാൽ, നിന്നെ വിടുവിക്കാൻ തീരുമാനിച്ചാൽ അവൻ ഇറങ്ങി വന്നിരിക്കും. ഏത് വാതിലാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്നേ? ഇന്ന് പകൽ കർത്താവിൻ്റെ പ്രവൃത്തി നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ ആ വാതിൽ നിനക്ക് തടസ്സമായിരിക്കും. നിന്റെ കണ്ണിന് തടസ്സമായി തോന്നിയേക്കാം, നിന്റെ ഹൃദയത്തിന് തടസ്സമായി തോന്നിയേക്കാം, പക്ഷെ എൻ്റെ കർത്താവിന് തടസ്സമല്ല. ഓ, നിന്റെ മുമ്പിൽ നീ പ്രാർത്ഥിക്കുന്നില്ലേ, അപ്പോ എന്റെ മുമ്പിൽ വാതിലുകളൊക്കെ അടഞ്ഞിരിക്കുമെന്ന്. ആ അടഞ്ഞ വാതിൽ എന്റെ യേശുവിന് തടസ്സമല്ല. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോലുള്ളവൻ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നു. ആ വാതിലുകൾ ഈ പകൽ നിന്റെ മുമ്പിൽ തുറക്കുന്നു. പകല് ഞാൻ അതിനകത്തുനിന്ന് ഒരു വെളിപ്പാട്, ഒരു പ്രവചന ശബ്ദമായി ഈ പകൽ വിളിച്ചു പറയാം. അകത്തുനിന്ന് പുറത്തോട്ടും പുറത്തുനിന്ന് അകത്തോട്ടും ഒരൊറ്റ എണ്ണത്തിനെ നിന്റെ ലൈഫിൽ ഒരു ക്രയവിക്രയം, ആ ഒരു വാക്കാണോ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അകത്തുനിന്ന് പുറത്തോട്ടോ പുറത്തുനിന്ന് അകത്തോട്ടോ ഒന്നും പോകാനും വരാനും കഴിയാതെ, ചുരുക്കത്തിൽ പറഞ്ഞ നിന്നെ ഇന്ന് ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു ഒതുക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിന്നെ ആക്കി വച്ചിരിക്കുന്ന ആ അടഞ്ഞ വാതിലില്ലേ, അത് നിനക്ക് വലുതായിരിക്കാം, പക്ഷെ എൻ്റെ കർത്താവിന് അതൊരു വിഷയമല്ല. എന്റെ കർത്താവിന് അതൊരു തടസ്സമല്ല. നിന്റെ ജീവിതത്തിൽ സമാധാനം തരാൻ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരാൻ ഇന്ന് പകല് ഇന്നലകളിൽ നീ തടസ്സമായി കണ്ട ഏതൊക്കെയോ വാതിൽ, ഞാൻ ആ വാതിലിനെ നോക്കി, ആ തടസ്സത്തെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, എന്റെ കർത്താവിന് നീ തടസ്സമല്ല. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഇരുന്ന സ്ഥലത്ത് ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് എപ്പോഴായിരിക്കുന്നേ? ഉയർപ്പിൻ്റെ നാളിൽ.
പുനരുത്ഥാനത്തിൻ്റെ നാളിൽ നേരം വൈകിയപ്പോൾ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഒരിടത്തിതാ പുനരുത്ഥാനം നടന്നു, പക്ഷെ നീ ഇപ്പോഴും ഒരിടത്ത് ഉയർപ്പ് നടന്നു. റോമൻ ഇമ്പീരിയൻ മുദ്രകൾ പൊട്ടി, കല്ലറയുടെ വാതിലുകൾ തുറന്നു. ജോസഫിന്റെ കല്ലറയിൽ പലതും നടന്നിട്ടും കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് കൂടെ നടന്ന നിനക്ക് മാത്രം ഒരു മാറ്റവും ഇല്ലാതെ സമയം ഒത്തിരി വൈകിയ ഈ നേരത്തും നീ പഴയ ഇരിപ്പായിപ്പോ ഇരിക്കുന്നേ. എന്റെ കർത്താവ് പറയുന്നു, നീ ഇരുന്നത് മതി, ഞാൻ അധികാലത്ത് മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ള ചില സ്ത്രീകൾ യേശുവിന്റെ ശരീരത്തെ സുഗന്ധവർഗം പൂശാൻ കല്ലറയിലേക്ക് പോയപ്പോ കല്ലറയുടെ വാതിൽ മാറിയിരിക്കുന്നതും അകത്ത് യേശുവില്ലാത്തതും പുറത്തുനിന്ന് ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? എന്നാൽ അന്നേ ദിവസം, ഈ ഉയർപ്പ് നടന്ന അന്നേ ദിവസം, ഈ പുനരുത്ഥാനം നടന്ന അന്നേ ദിവസം വൈകുന്നേരമായിട്ടും ഇവിടെ ചില പഴയ അവസ്ഥയിൽ ഇരിക്കുക. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മ വിളിച്ചു പറയുന്നു, എന്തേ എന്റെ നന്മ വൈകുന്നു, എന്തേ എന്റെ വിടുതൽ വൈകുന്നു, എന്തേ എന്റെ നന്മ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ദിവസങ്ങളായി ഒരൊറ്റ ഇരിപ്പിൽ ചലിക്കാൻ കഴിയാതെ ഇരിക്കുന്ന നിന്റെ നടുവിലേക്ക് എന്റെ പ്രാണനാഥൻ, എന്റെ കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി വന്ന് എനിക്കറിയില്ല. ദൈവാത്മ പറയുന്നു, നീ ഭാരപ്പെട്ടിരിക്കുന്ന വാതിലുകളെല്ലാം അടയപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന നിന്റെ നടുവിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് പുനരുദ്ധാരത്തിന്റെ ശക്തി തൊട്ട് 2 വാക്യത്തിന്റെ താഴെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു 22-ാം വാക്യം, യേശു അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? അധികാലത്തെ മഗ്ദലക്കാരത്തി മറിയ ജോസഫിന്റെ കല്ലറയിൽ വന്നപ്പോ കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നതും മരിച്ചടക്കിയ യേശുവിനെ കാണാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ 22-ാം വാക്യത്തിൽ യേശു ഈ അടയ്ക്കപ്പെട്ട മുറിക്കകത്തിരിക്കുന്ന ഇവരോട് പറയുന്നില്ലേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ? എന്തുവാ അതിന്റെ അർത്ഥം എന്നറിയോ? ഈ പരിശുദ്ധാത്മാവ് നിമിത്തമാ ആ അടയ്ക്കപ്പെട്ട കല്ലറക്കകത്തുനിന്ന് ഞാൻ പുറത്തു വന്ന് ആ പരിശുദ്ധാത്മാവ് നിമിത്തം ഞാൻ അത് നിങ്ങളുടെ മേൽ തരുന്നു. ഇന്ന് പകൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? എന്റെ യേശു കല്ലറക്കകത്തുനിന്ന് പുറത്തു വന്നെങ്കിൽ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീയും പുറത്തു വരും. മനസ്സിലാവുന്നുണ്ടോ? കല്ലറയ്ക്കകത്ത് നിന്ന്
യേശു പുറത്തു വന്നെങ്കിൽ ഇന്ന് പകല് നീയും പുറത്തു വരും. കല്ലറയ്ക്കകത്തുനിന്ന് യേശു പുറത്തു വന്നെങ്കിൽ നീയും പുറത്തു വരും. വിളിച്ചു പറ, കല്ലറയ്ക്കകത്തുനിന്ന് യേശു പുറത്തു വന്നെങ്കിൽ അടയ്ക്കപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന നിന്നെ ആ സാഹചര്യത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. എങ്ങനെ? എന്നെ ആര് പുറത്തു കൊണ്ടുവരുമെന്നൊരു ചോദ്യം നിന്റെ അകത്ത് നിന്ന് ഇന്ന് പൊങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിന്നെ നോക്കി പറയുന്നു, അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കും. അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? മനുഷ്യന്റെ കയ്യാലല്ല, മനുഷ്യന്റെ കയ്യാലല്ല, ഒരു വ്യക്തിയല്ല, ഒരു സമുദായമല്ല, ഒരു ഡിനോമിനേഷൻ അല്ല, ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ഇരിക്കുന്ന ഭയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ഇരിക്കുന്ന സമാധാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ആയിരിക്കുന്ന കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകലെല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടയ്ക്കാം. സമാധാനം കർത്താവ് നിനക്ക് നൽകട്ടെ. സമാധാനത്തിൻ്റെ പ്രഭുവായവൻ നിന്റെ സമീപത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് ഇറങ്ങി വരുന്നു. ഇന്ന് പകലേശു ഇറങ്ങി വരുന്നു. ആർക്കും തരാൻ കഴിയാത്ത സമാധാനം ഇന്ന് പകൽ നിനക്ക് തരാൻ യേശു വരുന്നുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.